എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാനൊരു ഹോണ്ടഡ് ഹൗസിലോ ഏതെങ്കിലും ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കും ഇതെന്താണ് എൻ്റെ പൂട്ട് മുറിച്ചിരിക്കുന്നത്. ഒരിക്കലും ഞാൻ ഇവിടെ ഒരു ഹോട്ടലിൽ ചോദിക്കും എന്താ പൂട്ട്, അല്ല സാർ അത് ഇങ്ങനെ സ്റ്റക്കായി. ഞാൻ പറഞ്ഞു അങ്ങനെ ആവുമല്ലോ, എനിക്ക് ടെൻഷൻ. കുറേ കഴിഞ്ഞ് ഞാൻ വിളിച്ച് റിസപ്ഷനിൽ വേറെ ചോദിച്ചു മറ്റേ 406 സംഭവം പൂട്ടും. ആ സാർ അത് അന്ന് അവിടെ ഒരു ആത്മഹത്യ കിടന്നില്ലേ, ഒരാളെ കൊന്ന്. അയ്യോ ആ മുറിയാണ് എനിക്ക് തന്നിരിക്കുന്നത്, ഞാൻ അവിടെ കിടക്കില്ല. ഇതൊക്കെ അന്ധവിശ്വാസം, രാജുവിന് പേടി എന്നൊക്കെ ആൾക്കാർ. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഒരു ഷൂട്ടിങ്ങിന് പോയിട്ട് ഒരു കാട്ടിനകത്തൊരു സ്ഥലത്ത് സാർ ആരുമില്ല, സാറിൻ്റെ റൂമിൽ നല്ല തണുപ്പുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്, പോയി ഞാൻ കിടക്കില്ല. എനിക്ക് പറ്റത്തില്ല സംഭവം. എനിക്ക് അതൊക്കെ ഭയങ്കര പേടിയുള്ള സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇതൊക്കെ ഞാൻ പറയുന്നത് പേടിയുണ്ട്. പലർക്കും പേടിയുണ്ട്. ഒരാൾ നടന്നു പോകുമ്പോൾ ഇരുട്ടത്ത് ആരെങ്കിലും മുമ്പ് ചാടുന്നു ബോന്ന് കാണിച്ചാൽ മതി, എല്ലാവരും പേടിക്കും. പേടിയുള്ള സംഭവമുണ്ട്. നമ്മളിപ്പോൾ ഈ പേടിയിലെ തിയേറ്ററിൽ നമ്മൾ വലിയൊരു ഇപ്പം സൗണ്ട് സിസ്റ്റം ഒക്കെ വേറെയാണ്, ഒരു സൗണ്ട് നമ്മൾ ഒരു നട്ടിലുണ്ടാവും, ആരല്ലാത്ത അത് ഉറപ്പാണ്. പേടിയല്ല. ഞാൻ ഒന്നാമത് കുട്ടിക്കാലം തൊട്ട് തന്നെ വീട്ടിൽ ഭക്ഷണം തരുമ്പോൾ തന്നെ പറയാണ് കഴിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഉമ്മാക്കി വരും, ഭൂതമ്മ എന്നെ പിടിക്കും, വേഗം കഴിക്കും. അവിടുന്ന് തുടങ്ങിയാണ് നമ്മുടെ പേടി. അവരവിടെ അങ്ങനെ പഠിക്കും. പിന്നെ ഞാൻ അപ്പൂപ്പൻ്റെ അമ്മൂമ്മേടെയൊക്കെ പെറ്റായിരുന്നു. ഹോളിഡേയ്സിലൊക്കെ ചെല്ലുമ്പോൾ ഇവർ ഈ പേടിപ്പിക്കുന്നത്. അങ്ങനെ നിൻ്റെ അടുത്തൊന്നും ചുണ്ണാമ്പ് പിടിക്കും, വെള്ള സാരിയും വെള്ള ബ്ലൗസും ഇട്ടിരുന്നു. നീ ചുണ്ണാമ്പ് കൊടുക്കും, നിന്നെ പിടിക്കും. പിന്നെ പിറ്റേന്ന് കാലത്ത് പനിയുടെ താഴെ നിൻ്റെ തലമുടിയും ഈ അസ്ഥിയും മാത്രമേ കാണും, ബാക്കി മുഴുവൻ യക്ഷി കഴിച്ചിരിക്കും. സന്ധ്യ കഴിഞ്ഞ് വെളി ഇറങ്ങാൻ വയ്യ, കളിക്കാൻ പോകുക ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി 5:30 മുമ്പ് വീട്ടിൽ കയറും. പേടി, ഈ പേടിയിലൂടെയൊക്കെ ഞാൻ ജീവിച്ചപ്പോൾ ഈ പടത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അത് പറയുന്നുണ്ട്. ഒരു വേറെ സിറ്റുവേഷൻ സിനിമയാണെന്ന് മനസ്സിലാവും. അപ്പം ഞാൻ ബേസിക്കലി എന്താ പറയുക ഭയങ്കര പേടിത്തൊണ്ടനാണ്. ഇവരൊക്കെ പറയാം പേടിയില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും. അല്ല, പേടിയില്ലാത്തവരാരുമില്ല, പേടിയില്ല എന്ന് പറയുന്നത് വേണ്ട. ഞാനൊരു ഹോട്ടലിൽ ദുബായിൽ പോകുന്നു. എൻ്റെ 16ാമത്തെ നില ഞാൻ താമസിക്കുന്നത്. രാത്രി എന്തോ വന്നു വർക്കെല്ലാം കഴിഞ്ഞാൽ 1 മണിയായി. ഞാൻ വന്ന് കയറി ഒരു 3 നില നമ്മൾ ലിഫ്റ്റ് നിൽക്കുന്നു. തുറക്കുമ്പോൾ ഒരു സൂട്ടൊക്കെ ഇട്ടൊരു കറുത്ത് തടിച്ചൊരു നീക്കിൽ നിൽക്കുന്നു. ഞാൻ അല്ലാതെ അയാൾ നേരെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ട് നേരെ ഈ ലിഫ്റ്റിൽ എൻ്റെ ബാക്കിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഇയാൾ എൻ്റെ കഴുത്ത് ഞെക്കിക്കൊല്ലോ അതോ കുത്തിക്കൊല്ലോ അതോ എൻ്റെ കഴുത്ത് വലിച്ച് ഓടിക്കുമോ? ഞാൻ ദൈവമേ 16 ആവണേ എന്ന്. അയാളൊന്നും ചെയ്യില്ല, അയാൾ 15 പറഞ്ഞു. പക്ഷേ എൻ്റെ അത്രയും നേരത്തെ ട്രാവലിംഗ് ഉണ്ടല്ലോ, പേടിയായിരുന്നു. അപ്പം രാവിച്ചേട്ടന് ഇത് എനിക്കിഷ്ടമായി. ആ പേടിയുള്ള ഒരു മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കിട്ടണം. ചില ഡയലോഗ് അടിക്കുമ്പോ ഒരാൾ നേരിട്ട് വരുന്നു, നമ്മുടെ തുടക്കാൻ പറ്റുന്ന എന്താ അവിടെയൊക്കെ ധൈര്യമുണ്ട് നമുക്ക്. ഈ ഇരുട്ട് ഈ പേടിപ്പിക്കാൻ വരുന്നതുകൊണ്ട് നമ്മൾ അവൻ്റെ തേറ്റുമുട്ടാനും പിടിക്കാനോ തയ്യാറാണ്. പക്ഷെ നടന്നു പോകുമ്പോൾ ഇവൻ തലവഴി വെള്ളം മുണ്ടിട്ട് എന്ന് പറഞ്ഞ് മുമ്പ് വന്നാൽ ഞാൻ വീണ്ടും ബോധം കിട്ടും. അത് വേറെ കാര്യം.